ഒരു കഥ ചൊല്ലട്ടുമോ? എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കണത്? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ഒരു മികച്ച ഭരണത്തിന് ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. അപ്പം നമ്മൾ ക്രിയാത്മകമായി ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ദയവ് ചെയ്ത് പരിഹാസമായി കാണാതെ ആ വിമർശനങ്ങളെ ക്രിയാത്മകമായി എടുത്താൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭരണം നയിക്കാൻ കഴിയും. അല്ല, ഇതാര്? പ്രതി ഓന്തുഗോപാലൻ ഭയങ്കര സന്തോഷത്തിലാണല്ല. എന്താണ് പരിപാടി? അപ്പൊ ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ബാക്കി സ്ക്രീനിൽ ആ ഓണപ്പരിപാടിക്ക് പോയതാണാ 24-ല്. എന്നിട്ട് ഓണത്തല്ലേ വല്ലോ നടന്നാ? എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും. എന്താണ് പ്രശ്നം? എന്തു പറ്റി? ഭയങ്കര കൽപ്പിലാണല്ല. കാര്യം പറ. ഹാഷ്മി, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. ഒരാൾ പ്രതികരിക്കുന്നില്ലെന്ന് കരുതി, ഒരാൾ മണ്ടത്തരം പറയുന്നു കരുതി അദ്ദേഹത്തിന്റെ മോളി കയറി സംസാരിക്കുമ്പോ അദ്ദേഹത്തിന് സങ്കടാവൂലേ ഹാഷ്മി? ആ ഓക്കു എന്നറിഞ്ഞിട്ട് വീണ്ടും ജനകീയ കോടതിയിൽ പോയല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ കുറുമ്പന്റെ ഒരു കാര്യം. എന്നിട്ട് എന്തു പറ്റി? അത് കേൾക്കട്ടെ. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. ഷെടാ, എല്ലാം വിളിച്ചു പറഞ്ഞ എന്തിന്? ഇതൊക്കെ വിളിച്ചു പറയാൻ നിൽക്കുന്നേ? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ എന്തൊക്കെ പറഞ്ഞ്? ഇന്ന് ചിന്തോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചു തന്നാൽ ഞാൻ ചിന്തോ കൊള്ളാന്ന് പറയും. ഇങ്ങനെയും പറഞ്ഞാ എന്ത് കാര്യത്തിന്? ഇപ്പോൾ അയാൾ ചോദിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങളെ ഹീറോ ആരാണെന്ന്? അതിനെന്ത് ഉത്തരം പറഞ്ഞ്? ഞാൻ ചോദിക്കുന്നത്, അഖിൽമാരാര് ഒരു ദേശീയവാദിയാണ്, ദേശസ്നേഹിയാണ്, ബ്രിട്ടനെതിരാണല്ലോ. അപ്പൊ ബ്രിട്ടന് മാപ്പ് എഴുതി കൊടുത്ത് ബ്രിട്ടന്റെ അടിമയായി പിന്നീട് ദേശീയ സമരത്തെ ഒറ്റുകൊടുക്കുക തള്ളിപ്പറയൊക്കെ ചെയ്ത സവർക്കർ ഹീറോ ആണോ നിങ്ങളുടെ? ഇഷ്ടമാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തത്തില് തേനല്ലേ വല്ലാത്തയാതി. അതിന്റെ ഇടക്ക് എന്തോ തെറ്റിച്ചല്ലോ. അതെന്തായിരുന്നു? പേര് പറ. മൗലാന അലാവുദ്ദീൻ ഹൈദർ. ആ ബെസ്റ്റ്. അതൊക്കെ പോട്ടെ. ഇതൊക്കെ കേട്ടിട്ട് അവസാനം ഹാഷ്മി എന്ത് പറഞ്ഞ്? അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? കാവട് തുള്ളി പോയതാ, ട്രാജഡി ആയി വന്ന് വല്ലാത്തയാതി.